ഹായ് ഫ്രണ്ട്സ്, കുറേ പേർക്കൊക്കെ സംശയം ഉണ്ടായിരിക്കും പുതിയ SCERT പുസ്തകത്തിലെ ഏതൊക്കെ ചാപ്റ്ററുകളാണ് നോക്കിപ്പോയേണ്ടത് എന്ന് ഒരു കുട്ടി കമൻറ്റിലൂടെ ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഇന്ത്യൻ ജോഗ്രഫി അതിൽ 9ാം ക്ലാസ്സിലെ ഒരു 5 ചാപ്റ്റർ നമ്മൾ എടുത്തിരുന്നു. അതും പിന്നെ 7ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററും കൂടെ നോക്കിയാൽ മതി. ഇന്ത്യൻ ജോഗ്രഫി 9ാം ക്ലാസ്സിലെ ലോകത്തിൻ്റെ നെറുകയിൽ ഒന്നാമത്തെ ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്റർ വിശാല സമതല ഭൂവിൽ, മൂന്നാമത്തെ ചാപ്റ്റർ ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി. ഇത് ഇത്രയും ജോഗ്രഫി പാർട്ട് 1-ലാണുള്ളത്. ജോഗ്രഫി പാർട്ട് 2-ലെ 7ാമത്തെ ചാപ്റ്റർ മണലാരണ്യങ്ങളിലൂടെ, അതുപോലെ 8ാമത്തെ ചാപ്റ്ററായിട്ടുള്ള തീരങ്ങളിലൂടെ. ഇത് ഇത്രയും 9ാം ക്ലാസ്സിൻ്റെയാണ് നോക്കേണ്ടത്. 7ാം ക്ലാസ്സിൻ്റെ 6ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഇന്ത്യൻ ഉപഭൂഖണ്ഡം കൂടി നോക്കണം. ഇന്ത്യൻ ജോഗ്രഫി പുതിയ SCERT പുസ്തകം അത്രയും നോക്കിയാൽ മതി. കേരള ജോഗ്രഫി 5ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് നോക്കേണ്ടത്. 8ാമത്തെ ചാപ്റ്റർ നാടറിയാം. വേൾഡ് ജോഗ്രഫി നോക്കേണ്ടത് 5ഉം 7ഉം ക്ലാസ്സുകളാണ്. 5ാം ക്ലാസ്സിലെ വരയ്ക്കാം വായിക്കാം എന്ന പാഠഭാഗം നോക്കണം. 5ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററാണ് വരയ്ക്കാം വായിക്കാം. അതുപോലെ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ, അത് 7ാമത്തെ ചാപ്റ്ററാണ്. 10ാമത്തെ ചാപ്റ്ററായിട്ടുള്ള വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും. ഈ 3 ചാപ്റ്റർ വേൾഡ് ജോഗ്രഫി 5ാം ക്ലാസ് നോക്കണം. 7ാം ക്ലാസ്സിലെ നമ്മുടെ ഭൂമി 5ാമത്തെ ചാപ്റ്ററാണ്. അതും 9ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും. ഇത് രണ്ടുമാണ് 7ാം ക്ലാസ്സിലെ നോക്കേണ്ടത്. വേൾഡ് ജോഗ്രഫിയാണ് പറഞ്ഞത്. നമ്മുടെ ഭൂമി, ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും, ഈ 2 ചാപ്റ്റർ 7ാം ക്ലാസ്സിലേത് നോക്കിക്കൊണ്ടു പോകണം. പിന്നെയുള്ളത് കേരള ഹിസ്റ്ററി. കേരള ഹിസ്റ്ററി 7ാം ക്ലാസ് ആണ് നോക്കേണ്ടത്. 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 4 അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന ചാപ്റ്ററും, പിന്നെ ചരിത്രത്തിൻ്റെ ആധാരശിലകൾ, ഈ 2 ചാപ്റ്ററുകളാണ് നോക്കേണ്ടത്. 7ാം ക്ലാസ്സിലെ 2 ചാപ്റ്റർ 4ഉം ചാപ്റ്റർ 12ഉം, അങ്ങനെ 2 ചാപ്റ്റേഴ്സാണ് നോക്കേണ്ടത്. അനീതിയിൽ നിന്ന് നീതിയിലേക്ക്, ചരിത്രത്തിൻ്റെ ആധാരശിലകൾ. വേൾഡ് ഹിസ്റ്ററി 7ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്ററാണ് നോക്കേണ്ടത്, വിവേചനത്തിനെതിരെ. അടുത്തത് എക്കണോമിക്സ് നോക്കേണ്ടത് 9ാം ക്ലാസ്സിലെ 3 ചാപ്റ്ററുകളാണ്. 4ഉം 5ഉം 6ഉം ചാപ്റ്ററുകൾ. ജോഗ്രഫിയുടെ പാർട്ട് 1-ൽ പാർട്ട് 2-ലായിട്ടാണ് ഈ എക്കണോമിക്സ് കിടക്കുന്നത്. പാർട്ട് 1-ൽ ഒരു ചാപ്റ്ററേ ഉള്ളൂ, 4ാമത്തെ ചാപ്റ്റർ മാനവ വിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായി. പാർട്ട് 2-ൽ 5ഉം 6ഉം ചാപ്റ്ററുകൾ കിടപ്പുണ്ട്. ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെയാണ് 5ാമത്തെ ചാപ്റ്റർ. 6ാമത്തെ ചാപ്റ്ററാണ് വിലയും വിപണിയും. ഇതിൽ 4ഉം 5ഉം ചാപ്റ്ററുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്, ക്ലാസ് കിടപ്പുണ്ട്. ഇനി 5ാം ക്ലാസ്സിലെ 2 ചാപ്റ്ററുകളുണ്ട്. ചാപ്റ്റർ 3 തൊഴിൽ വൈവിധ്യങ്ങളും, ചാപ്റ്റർ 9 തുല്യതയിലേക്ക്. 3ഉം 9ഉം ചാപ്റ്ററുകളാണ് 5ാം ക്ലാസ്സിലെ നോക്കേണ്ടത്. 7ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററും 10ാമത്തെ ചാപ്റ്ററുമാണ് നോക്കേണ്ടത്. 7ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ എന്നതാണ്. 10ാമത്തെ ചാപ്റ്റർ ബജറ്റ് വികസനത്തിൻ്റെ നേർരേഖ. ഇത് രണ്ടും നോക്കണം. കോൺസ്റ്റിറ്റ്യൂഷൻ 9ാം ക്ലാസ്സിലെ 3 ചാപ്റ്ററുകളാണ് നോക്കേണ്ടത്. 4ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയിലെ അധികാരവിന്യാസം ഹിസ്റ്ററിയിലാണ് കിടക്കുന്നത്. അതുപോലെ 7ാമത്തെ ചാപ്റ്ററും 8ാമത്തെ ചാപ്റ്ററും. 7ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ. 8ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ലിംഗവിവേചനം ഇല്ലാത്ത സമൂഹത്തിലേക്ക്. ഇത് 3ഉമാണ് 9ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് നോക്കേണ്ടത്. 5ാം ക്ലാസ്സിലെ 2 ചാപ്റ്ററുകളാണ് നോക്കേണ്ടത്. 6ാമത്തെ ചാപ്റ്ററും 11ാമത്തെ ചാപ്റ്ററും. ജനങ്ങൾ ജനങ്ങളാൽ എന്നുള്ളതാണ് 6ാമത്തെ ചാപ്റ്റർ. നിയമവും സമൂഹവും 11ാമത്തെ ചാപ്റ്ററും. 7ാം ക്ലാസ്സിലെയും 2 ചാപ്റ്ററുകളാണ് നോക്കേണ്ടത്. 3ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഭരണഘടന വഴിയും വഴികാട്ടിയും. 8ാമത്തെ ചാപ്റ്റർ അധികാരം ജനങ്ങൾക്ക്. കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്രയുമാണ് നോക്കേണ്ടത്. അടുത്തത് ഫിസിക്സ് 9ാം ക്ലാസ് പാർട്ട് 1ഉം പാർട്ട് 2ഉം നോക്കണം. 5ാം ക്ലാസ്സിലെ 2 ചാപ്റ്ററുകളാണ് നോക്കേണ്ടത്.
ചാപ്റ്റർ 5 കയ്യെത്തും ദൂരത്ത് ആകാശം. 6ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഊർജ്ജ സ്രോതസ്സുകൾ. 7ാം ക്ലാസ്സിലെ 4 ചാപ്റ്ററുകളാണ് മൊത്തം നോക്കേണ്ടത്. 3ാമത്തെ ചാപ്റ്ററായിട്ടുള്ള വൈദ്യുതിയുടെ ലോകം. 4ാമത്തെ ചാപ്റ്റർ പ്രകാശം പ്രതിപദിക്കുമ്പോൾ. 6ാമത്തെ ചാപ്റ്റർ താപം നിത്യജീവിതത്തിൽ. 8ാമത്തെ ചാപ്റ്റർ ആകാശ വിസ്മയങ്ങൾ. ഇത്രയുമാണ് ഫിസിക്സ് നോക്കേണ്ടത്. അടുത്തത് കെമിസ്ട്രി. പാർട്ട് 1ഉം പാർട്ട് 2ഉം 9ാം ക്ലാസ്സിലെ മൊത്തമായിട്ടും നോക്കണം. 5ാം ക്ലാസ്സിലെ ജലം നിത്യജീവിതത്തിൽ എന്ന ഒരു ചാപ്റ്ററും 7ാം ക്ലാസ്സിലെ ആസിഡുകളും ബേസുകളും എന്ന ഒരു ചാപ്റ്ററും കെമിസ്ട്രിയിൽ നോക്കണം. ബയോളജി പാർട്ട് 1ഉം പാർട്ട് 2ഉം 9ാം ക്ലാസ്സിലേത് നോക്കണം. 5ാം ക്ലാസ്സിലെ 5 ചാപ്റ്ററുകളാണ് നോക്കേണ്ടത്. ഒറ്റയല്ല ഒരു ജീവിയും 1ാമത്തെ ചാപ്റ്ററാണ്. വ്യാധികൾ പടരാതിരിക്കാൻ 2ാമത്തെ ചാപ്റ്റർ. 4ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ജീവനുള്ള വിത്തുകൾ. 7ാമത്തെ ചാപ്റ്റർ ഇന്ദ്രിയ ജാലം. 8ാമത്തെ ചാപ്റ്റർ ജന്തുജാലങ്ങൾ. ഇത്രയും നോക്കണം. 7ാം ക്ലാസ്സിലേത് 1ാമത്തെ ചാപ്റ്റർ വിളയിക്കാം നൂറുമേനി. 5ാമത്തെ ചാപ്റ്റർ മനുഷ്യ ശരീരം ഒരു വിസ്മയം, ദഹനവും ശ്വസനവും. 7ാമത്തെ ചാപ്റ്റർ മനുഷ്യ ശരീരം ഒരു വിസ്മയം. 9ാമത്തെ ചാപ്റ്റർ പരിസ്ഥിതിയെ നോവിക്കാതെ. 10ാമത്തെ ചാപ്റ്റർ സുരക്ഷിത ഭക്ഷണം. ഇത്രയുമാണ് 7ാം ക്ലാസ് നോക്കേണ്ടത്.